സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം. മയൂരി ഗോൾഡൻ ഡയമണ്ട്സ്, കാളികാവ് റോഡ്, ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ, വണ്ടൂർ. സന്തോഷവേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം. വിദേശ കമ്പനികളുടെ കൊതിയൂറും ചോക്ലേറ്റുകൾ ഷുഗ്രി നെറ്റ്സ് ആൻഡ് ചോക്ലേറ്റ്സ്, നിയർ ടൗൺ സ്ക്വയർ, കാളികാവ് റോഡ്, വണ്ടൂർ. വയനാട് ചൂരൽമല ഉരുൾപൊട്ടലിൽ നിന്നും രക്ഷപ്പെട്ടെങ്കിലും നടുക്കം വിട്ടുമാറാതെ ചൂരൽമല വെള്ളാർമല ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപിക പി തങ്കമണിയും ഭർത്താവും തിരുവാലിച്ചാത്തക്കാട് സ്വദേശിയുമായ മുണ്ടേക്കോട്ടിൽ രാജേന്ദ്രനും സുരക്ഷിതരായി ഇവിടെ നിൽക്കുമ്പോൾ സ്കൂളിലെ കുട്ടികളുടെ ഓർമ്മകളാണ് മിന്നിമറയുന്നത് എന്നതിനാൽ വയനാട്ടിലേക്ക് ബസ് കയറിയിരിക്കുകയാണ് തങ്കമണി. ഇരുവരും പതിവ് പോലെ ഭക്ഷണം കഴിച്ച് കിടന്നതാണ്. എന്നാൽ അർദ്ധരാത്രി 1:30 മണിയോടെ ഭയങ്കരമായൊരു ശബ്ദം കേട്ടു. ആദ്യം സമീപത്തുള്ള പുഴയിൽ നിന്ന് വെള്ളം ഒഴുകുന്നതാണെന്ന് കരുതി. എന്നാൽ അതല്ലെന്ന് പെട്ടെന്ന് മനസ്സിലായി. ഉടനെ താമസിക്കുന്ന ക്വാർട്ടേഴ്സിൽ നിന്നും പുറത്തിറങ്ങി നോക്കിയപ്പോൾ ചുറ്റും ചെളിവെള്ളം. ഒട്ടും സമയം കളയാതെ സമീപത്തുള്ളവരെ വിളിച്ചുണർത്തി വിവരം പറഞ്ഞു. തുടർന്ന് രാജേന്ദ്രനും തങ്കമണിയും മലമുകളിലേക്ക് തന്നെ ഓടിക്കയറി രക്ഷപ്പെടുകയായിരുന്നു. പിന്നീട് 3 മണിയോടെ മലയിൽ നിന്നിറങ്ങി ഒരു ചർച്ചിലേക്ക് മാറുകയായിരുന്നു. ഇതിനിടയ്ക്ക് 2:30 മണിയോടെ രണ്ടാമത്തെ പൊട്ടലും 5:30 മണിയോടെ മൂന്നാമത്തെ പൊട്ടലുമുണ്ടായി. രണ്ടാമത്തെ പൊട്ടലാണ് ഭയാനകമായത്. ചർച്ചിലേക്ക് പോകുന്നതിനിടയിൽ വഴിയിൽ മരങ്ങൾക്കും ചെളിയിലും പൂണ്ടുകിടക്കുന്ന ഒരു വയോധികയെ രക്ഷപ്പെടുത്തുകയും ചെയ്തു. ഞങ്ങൾ തിങ്കളാഴ്ച രാത്രി ഭക്ഷണമൊക്കെ കഴിച്ച് കിടന്നുറങ്ങി. ഈ സമയത്ത് നമ്മൾ സന്തോഷത്തോടു കൂടി കിടക്കുന്ന സമയത്താണ് അവിടുന്ന് ഒരു സൗണ്ട്, അതേ 1 മണി 1:30 ആയ സമയത്ത് പൊട്ടുന്ന സൗണ്ടും അതുപോലെ തന്നെ ഇരുമ്പുന്ന ശബ്ദമൊക്കെ കേൾക്കാൻ തുടങ്ങിയത്. ആ സമയത്ത് അവിടുന്ന് ആളുകൾ അവിടുന്ന് വിളിച്ച് പറയുന്നുണ്ട്, ഓടിക്കോളം എന്ന് പറയുന്നുണ്ട്. ഇതെല്ലാം കൂടി കേട്ടപ്പോൾ ഞങ്ങൾ എന്തെന്ന് വിചാരിച്ച് പുറത്തിറങ്ങിയതാണ്. പുറത്തിറങ്ങുന്ന സമയത്ത് ക്വാർട്ടേഴ്സിൻ്റെ മുന്നിൽ വെള്ളം കെട്ടി നിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. അതോടുകൂടി ഞങ്ങൾ അവിടുന്ന് തൊട്ടടുത്തുള്ളൊരു മലയുണ്ട്, ആ മലയിലേക്ക് ഞാനെൻ്റെ ഭർത്താവ് അവിടുന്ന് ഓടിക്കയറി. ഈ സമയത്ത് തൊട്ടടുത്ത് എൻ്റെ റൂമിൽ താമസിക്കുന്ന എൻ്റെ ടീച്ചർ അവളെ വിളിക്കുന്നുണ്ടായിരുന്നു ഞാൻ. പക്ഷെ അവർക്ക് എൻ്റെ വിളി കേൾക്കാനതൊന്നും സാധിച്ചിട്ടില്ല. എന്നാലും അവരെന്ത് ചെയ്തു, ഓടി രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് അവർ വന്നു. പക്ഷേ അവർക്ക് മലയിലേക്ക് കയറാൻ കഴിഞ്ഞില്ല. 2 ചെറിയ കുഞ്ഞുങ്ങളുണ്ടായതുകൊണ്ട് അവർക്ക് കയറാൻ കഴിഞ്ഞില്ല. അങ്ങനെ അരമണിക്കൂറോളം ഞങ്ങൾ മലയിൽ മുകളിൽ ഒറ്റയ്ക്ക് അവിടെ നിന്ന് പെരുമഴ കൊണ്ട് നിൽക്കുകയായിരുന്നു. പിന്നെ അവിടുന്ന് താഴെ ലൈറ്റ് കണ്ടപ്പോൾ ഞങ്ങൾ മെല്ലെ അവിടേക്ക് ഇറങ്ങി വരും. ഇറങ്ങി വന്നത് സ്കൂളിൻ്റെ തൊട്ടടുത്തുള്ളൊരു ക്വാർട്ടേഴ്സിലേക്ക് തന്നെയാണ് വരുന്നത്. വഴി നമുക്കറിയാത്തതുകൊണ്ട്, രാത്രി ആയതുകൊണ്ട് ഏതിൽ പോകുന്നത് നമുക്കറിയില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ വരുന്ന വഴി നമുക്ക് എത്തിപ്പെട്ടതും ഞങ്ങളുടെ സാറ് താമസിക്കുന്നൊരു ക്വാർട്ടേഴ്സിലേക്കായിരുന്നു. അപ്പോഴേക്കും അവിടേക്ക് ആളുകളൊക്കെ എത്തിച്ചേർന്നു. അത് കഴിഞ്ഞതിന് ശേഷം സാറും ഹസ്ബൻഡും കൂടി മറ്റേ ടീച്ചർ രക്ഷിക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് പോയി. അവരവിടുന്ന് വിളിക്കാൻ പോണ സമയത്ത് നമ്മുടെ സ്കൂളിൻ്റെ അവിടെ, സ്കൂളും അതുപോലെ തന്നെ റോഡും തമ്മിലുണ്ടായിട്ടുള്ള ഗ്യാപ്പിൽ ഒരു മരം വീണ് കിടക്കുന്നുണ്ടായിരുന്നു. ആ മരത്തിൻ്റെ ഇടയിൽ നിന്ന് അവിടെ നിന്ന് ശബ്ദം കേൾക്കുന്നുണ്ട്, ഒരു അമ്മയുടെ ശബ്ദം കേൾക്കുന്നുണ്ടായിരുന്നു. നോക്കുമ്പോൾ അമ്മയുടെ മുകളിലൂടെ ആകെ ഈ മരം വെച്ച് കിടക്കുന്നു, ചെളിയൊക്കെ നിറഞ്ഞിരിക്കുന്നു. അങ്ങനെ അജ്മൽ സാറും ഹസ്ബൻഡും കൂടെ കൂടിയിട്ട് ആ മരം, വേറെ കുറേ ആളുകളൊക്കെ കൂടിയിട്ട് എന്ത് ചെയ്തു, ആ മരമൊക്കെ പിടിച്ച് വെച്ചിട്ട് ആ അമ്മേനെ അവിടെ നിന്ന് രക്ഷിച്ച് അവരടുത്തുള്ളൊരു വീട്ടിലേക്ക് അവർ കൊണ്ടുവന്നു. അങ്ങനെ അവിടുന്ന് അവരെ ഒക്കെ കഴുകി റെഡിയാക്കിയിട്ട് ഞങ്ങളവിടെ മറ്റൊരു ക്വാർട്ടേഴ്സിലേക്ക് അവർ മാറ്റി. അവിടുന്ന് കഴിഞ്ഞതിന് ശേഷം വണ്ടികളൊക്കെ വരാൻ തുടങ്ങി. അപ്പോഴേക്ക് റെസ്ക്യൂവിൻ്റെ വണ്ടിയൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ഞങ്ങളെ എല്ലാവരും കൂടെ കൂടിയിട്ട് അവിടുന്ന് മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റം ചെയ്തു. ഞങ്ങളവിടെ പാസ്റ്ററിൻ്റെ വീട്ടിലേക്ക്, അവിടെ ഒരു ചർച്ച് ഉണ്ട്, അവിടേക്കാണ് ഞങ്ങൾ രാവിലെ ഒരു 3:30 മണിയായപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് മാറി. അത് കഴിഞ്ഞ് രാവിലെ ഞങ്ങൾ എന്ത് ചെയ്തു വെച്ചാൽ എൻ്റെ സർട്ടിഫിക്കറ്റും കാര്യങ്ങളെല്ലാം നമുക്ക് ക്വാർട്ടേഴ്സിലായിരുന്നു. അങ്ങനെ രാവിലെ ഏട്ടൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഈ രക്ഷാപ്രവർത്തകരുടെ ഒപ്പം തന്നെ പോയിട്ട് എൻ്റെ സർട്ടിഫിക്കറ്റ് മാത്രം അവിടെ നിന്ന് എടുത്തോട്ട് പോന്നു. അത് കഴിഞ്ഞ് ഞങ്ങളൊരു 9:30 മണി വരെ ഞങ്ങളവിടെ ചർച്ചിൽ തന്നെ ആയിരുന്നുണ്ടായിരുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ഈ രക്ഷാപ്രവർത്തകരുടെ വണ്ടിയിൽ തന്നെ ഞങ്ങൾ മേപ്പാടിയിലേക്ക് എത്തിച്ചേർന്നു. അങ്ങനെ അത് കഴിഞ്ഞ് ഞങ്ങളുടെ കൂടെ വർക്ക് ചെയ്യുന്ന ശ്രീലത എന്ന് പറഞ്ഞ ഞങ്ങളുടെ ചേച്ചിയുടെ വീട്ടിൽ നിൽക്കുകയും അവിടുന്ന് ഫ്രഷായി ഭക്ഷണം കഴിച്ച് ഞങ്ങൾ നാട്ടിലേക്ക്, നമ്മുടെ വീട്ടുകാരൊന്ന് കാണാൻ വേണ്ടിയിട്ട് നാട്ടിലേക്കും തിരിച്ചു. ഇന്നലെ 5 മണിയോടുകൂടി ഇവിടെ വണ്ടൂർ എത്തുകയും അത് കഴിഞ്ഞ് ഇപ്പം ഇന്ന് രാവിലെ ഉച്ചയോടുകൂടി അവിടെ ഡ്യൂട്ടിക്ക് കയറണം എന്ന് പറഞ്ഞ് സാറ് വിളിച്ചിട്ടുണ്ടായിരുന്നു. അന്നേരം ഞാൻ അങ്ങോട്ട് തന്നെ തിരിച്ചു പോകും. പിന്നീട് കൂടെ ജോലി ചെയ്യുന്ന മറ്റൊരു അധ്യാപകയുടെ വീട്ടിലേക്ക് മാറുകയും അവിടെ നിന്ന് ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് 1:30 മണിയോടെ വണ്ടൂർ തിരുവാലി വീട്ടിലേക്ക് വരികയായിരുന്നു. ന്യൂസ് ബ്യൂറോ, വണ്ടൂർ. വല്ലാത്തൊരു വൈബാണ് WIC ക്യാമ്പസിന്. വിട്ടുപോയാലും ക്യാമ്പസ് നമ്മളെ മാടി വിളിച്ചുകൊണ്ടിരിക്കും. WIC വേറൊരു ലോകമാണ്.
വണ്ടൂരിനെ പൊന്നണിയിച്ച് 2 വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം പ്രമാണിച്ചൊരുക്കുന്നു വമ്പൻ ആനുകൂല്യങ്ങൾ. ഹയ ഗോൾഡൻ ഡയമണ്ട്സ്, വണ്ടൂർ.